യമഹ XSRന്റെ പില്ലിയൻ കംഫർട്ടും എന്തിന് ബാക്കിൽ ഒരാൾ കൂടി ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു വലിയ കൺസേൺ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ ഷോറൂമിൽ പോയ ആ ഒരു സംശയം അങ്ങ് തീർത്തു. അപ്പോൾ ഇരുന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്തായാലും നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പില്ലിയനെയും കൂടെ ഇരുത്തി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്ററാണ്. പക്ക അപ്രൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, സ്ലൈറ്റ്ലി ഫോർവേഡ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ മസ്കുലൈൻ ആയിട്ടുള്ള ഈ ഒരു ഫ്രെയിമിൻ്റെ, അതായത് എഞ്ചിന് പാരലലിയാണ് നമ്മൾ കാല് വെക്കുന്നത്. അത് ലോങ് റൈഡ്സിന് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിലും ഇതൊരു ഡെയിലി കമ്മ്യൂട്ടറായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ വൈഡർ ഹാൻഡിൽസും എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ലെവലും കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു റൈഡിങ് ഫെറ്റീഗ് ഒന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫാനായിപ്പോയി. സൈലൻസർ നോട്ടൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്, പക്ഷേ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോയ്സും ഇല്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസൊക്കെ വാഹനത്തിനൊത്തിരി ചെറുതാക്കുന്ന പോലെ എനിക്ക് തോന്നി. നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് ഒക്കെ തരുന്ന ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ പഴയ RX100 RX സീരീസിൻ്റെ ഒരു പിൻഗാമിയായിട്ടാണ് യമഹ ഈ ഒരു വാഹനത്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ സൗണ്ട് കൊണ്ട് 2 വാഹനങ്ങളാണ് മനസ്സിൽ രജിസ്റ്റർ ആയിരുന്നത്. അതിലൊന്ന് അൾട്ടിമേറ്റ്ലി റോയൽ എൻഫീൽഡ് തന്നെയാണ്, ദെൻ നെക്സ്റ്റ് ഈസ് യമഹ. പക്ഷേ എവിടെയൊക്കെയോ ആ ഒരു തമ്പിങ് സൗണ്ട്, ഹാർട്ട് ബീറ്റ് പോലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു തമ്പിങ് സൗണ്ടിനേക്കാളും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലായിരുന്നു യമഹയുടെ ആ ഒരു സൈലൻസർ നോട്ട്. ഞാനിത് പറയുമ്പോൾ ആ സൗണ്ട് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കുക കമൻ്റായിട്ട്. പിന്നെ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് എന്ന് മാത്രമല്ല, ഇത് ഓൾറെഡി പ്രൂവൺ എഞ്ചിനാണ്. ഇന്ത്യയിൽ പല യമഹയുടെ വാഹനങ്ങളിലും ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. VVA ടെക്നോളജിയൊക്കെ ഉള്ള ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 7000 RPM അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് VVA ഇനേബിൾ ആവുന്നത്. ടെക്നോളജി അടിപൊളിയാണ്, പക്ഷേ ഈ സാധനം ഇനേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പറക്കും. പിന്നെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മുടെ കാലുകളിലേക്കൊന്നും കിട്ടാതിരിക്കാനായിരിക്കാം ഇതിൻ്റെ ഒരു റൈഡിങ് എക്കണോമിക്സ് ഇവർ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓവറോൾ നല്ല സ്റ്റെബിലിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച്, അതുപോലെ ഡ്യുവൽ ചാനൽ ABS, ഇതെല്ലാം നമുക്കൊരു സേഫ്റ്റിയാണ്. പക്ഷേ സെയിം ടൈം നമ്മുടെ നാട്ടിലെ റോഡുകളും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കാൻ. ഒന്ന് റൈഡ് ചെയ്ത് നോക്കി സസ്പെൻഷൻ്റെ കംഫർട്ടും അതുപോലെ ലോങ് സ്ട്രെച്ചിൽ റൈഡിങ് എക്കണോമിക്സ് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നും അറിയാൻ പറ്റിയില്ല. എനിവേ കമ്മിങ് 29 കൂടിയൊക്കെ കൊല്ലത്തുള്ള ദേവിക് മോട്ടോഴ്സിൽ ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ അവൈലബിൾ ആയിരിക്കും.